നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 22 ശനിയാഴ്ച. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സംസ്ഥാനമായ അസാമിലേക്ക് ഓസ്ട്രേലിയ പൗരന്മാർക്ക് വിനോദസഞ്ചാര യാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഓസ്ട്രേലിയ റദ്ദാക്കി. നിക്ഷേപ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് പൗരന്മാർക്ക് അസാമിലേക്കുള്ള യാത്രാ നിയന്ത്രണങ്ങൾ ഓസ്ട്രേലിയ നീക്കം ചെയ്തത്. ആഭ്യന്തര കലാപ സംഘർഷങ്ങളായിരുന്നു നിരോധനത്തിന് പിന്നിലെ കാരണം. എന്നിരുന്നാലും നിലവിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 4 ജില്ലകളിലേക്കുള്ള നിയന്ത്രണം തുടരുമെന്നും അറിയിച്ചു. ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും ഇടയിലുള്ള കടലിൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ലൈവ് ഫയർ ഡ്രിൽ നടത്തുന്നതിനാൽ വാണിജ്യ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അന്താരാഷ്ട്ര സമുദ്രത്തിന് മുകളിലൂടെ 3 ചൈനീസ് കപ്പലുകൾ പരീക്ഷണം നടത്തുന്നതായി അഭ്യാസത്തിന് മുമ്പ് ഓസ്ട്രേലിയയുടെ പ്രതിരോധ വകുപ്പിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസിലാൻഡിനും ഓസ്ട്രേലിയയ്ക്കും ഇടയിലായുള്ള കടലിലെ ചൈനീസ് ഡ്രിൽ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇരു രാജ്യത്തെയും പ്രതിരോധ വിഭാഗം അറിയിച്ചു. ദിവസങ്ങളായി തുടരുന്ന കടലിലെ സംഘർഷാവസ്ഥയ്ക്ക് ചൈനയുടെ പുതിയ നീക്കം വർധനവ് സൃഷ്ടിച്ചിട്ടുണ്ട്. പൗരത്വ ചടങ്ങുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളിയ ആഭ്യന്തരമന്ത്രി ടോണി ബാഗ്. പൗരത്വത്തിന് അർഹതയുള്ള നിരവധി ആളുകളുടെ ബാക്ക്ലോഗാണ് താൻ ഇല്ലാതാക്കിയതെന്ന് ബാഗ് പറഞ്ഞു. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പൗരത്വ പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന പൗരത്വ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് പേരാണ് പൗരത്വം നേടിയത്. ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പൗരത്വത്തിന് അർഹതയുള്ള 50,000-ലധികം ആളുകൾ ഇനിയും കാത്തിരിക്കുകയാണ് എന്നാണ്. പ്രതിപക്ഷ എംപിമാർ പൗരത്വ പരിപാടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് മുമ്പ് ആരോപിച്ചിരുന്നു. NZYQ സംഘത്തിലെ അംഗങ്ങളെ നൗറുവിലേക്ക് പുനരധിവസിപ്പിക്കുവാനുള്ള രാജ്യത്തെ പുതിയ നയത്തിനെതിരെ കേസ്. ഒരു വ്യക്തിയുടെ വിസ റദ്ദാക്കലും നൗറുവിലേക്ക് പുനരധിവസിപ്പിക്കലും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹ്യൂമൻ റൈറ്റ്സ് ലോ സെന്ററാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 പേർക്ക് നൗറു വിസ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി ടോണി ബാഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തുടർന്ന് 3 പേർക്കും 30 വർഷത്തെ വിസയും നൗറുവിൽ സ്ഥിര താമസിക്കാനുള്ള ജോലി ചെയ്യുവാനുമുള്ള അവകാശവും നൽകിയിട്ടുണ്ടെന്ന് നൗറു പ്രസിഡന്റും അറിയിച്ചിരുന്നു. ടിക്കറ്റ് സംവിധാനത്തിൽ അടിമുടി മാറ്റവുമായി വിക്ടോറിയ ട്രെയിൻ സർവീസ്. ട്രെയിൻ യാത്രക്കാർക്ക് അടുത്ത വർഷം ആദ്യം ബാങ്ക് കാർഡ്, ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് എന്നിവ ഉപയോഗിച്ച് നിരക്ക് അടച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നീട് ഈ സേവനങ്ങളെ ട്രാമുകളും ബസുകളിലേക്കും വ്യാപിപ്പിക്കും. വരും മാസങ്ങളിൽ മെട്രോപൊളിറ്റൻ ലൈൻ നെറ്റ്വർക്കിലുടനീളം 20,000-ലധികം പുതിയ കാർഡ് റീഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പൊതുഗതാഗത മന്ത്രി ഗബ്രിയേൽ വില്യംസ് പ്രഖ്യാപിച്ചു. ഏവിയൻ ഇൻഫ്ലുവൻസയുടെ H7N8 ഇനം യൂറോയിലെ കോഴി ഫാമിൽ കണ്ടെത്തിയതായി അഗ്രികൾച്ചർ വിക്ടോറിയയുടെ സ്ഥിരീകരണം. രോഗവ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് മുട്ടക്ഷാമം നീണ്ടുനിൽക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷിപ്പനിയുടെ ഉയർന്ന രോഗകാരിയായ വകഭേദമാണ് പുതിയതായി കണ്ടെത്തിയത്. രോഗം വ്യാപിക്കുന്നത് മുട്ടക്കോഴി കൃഷിയെയും കർഷകരെയും രൂക്ഷമായി ബാധിക്കുന്നുണ്ട്. വിനോദയാത്രയ്ക്കിടെ കാൻബറയിലെ ഗവൺമെന്റ് ഹൌസ് സന്ദർശനം നടത്തിയ വിദ്യാർത്ഥികളുടെ മേൽ മരക്കൊമ്പ് പൊട്ടിവീണ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥിനിയുടെ നില ഗുരുതരമാണ്. സെൻട്രൽ കോസ്റ്റ് ഗ്രാമർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മേൽക്കാണ് മരക്കൊമ്പ് പൊട്ടിവീണത്. ഗുരുതരാവസ്ഥയിലുള്ള വിദ്യാർത്ഥിനിയെ കാൻബറ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി സിഡ്നിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഗവർണർ ജനറലിന്റെ വസതിയിൽ സന്ദർശനം പൂർത്തിയാക്കി ഗവൺമെന്റ് ഹൌസിന്റെ ഗേറ്റിന് പുറത്തുള്ള പ്രദേശത്ത് എത്തിയപ്പോഴാണ് സംഭവം നടന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റിന്റെ 4ാം മത്സരമായ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഏറ്റുമുട്ടൽ നടക്കുക. ഇരു ടീമുകളും തമ്മിൽ 161 ഏകദിന മത്സരങ്ങൾ കളിച്ചപ്പോൾ 91 വിജയങ്ങൾ ഓസ്ട്രേലിയ നേടി. 65 വിജയങ്ങൾ ഇംഗ്ലണ്ടും സ്വന്തമാക്കി. 2 സമനിലയിൽ അവസാനിച്ചപ്പോൾ 3 ഗെയിമുകൾ ഫലമറിഞ്ഞില്ല. എന്നിരുന്നാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് മികച്ച റെക്കോർഡുമാണ് ഉള്ളത്. 5 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് 3 ജയിച്ചപ്പോൾ ഓസ്ട്രേലിയ 2 തവണയാണ് വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആവേശകരമായ മറ്റൊരു പോരാട്ടത്തിനെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് സമൂഹം.
ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ എക്സിനോട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ 285 എക്സ് പോസ്റ്ററുകൾ നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു. ഇൻവെസ്റ്റ് കേരള നിക്ഷേപ ഉച്ചകോടിയിലാണ് പദ്ധതി പ്രഖ്യാപനം നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിനായി 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപവും നടത്തും. ലോകത്താകെയുള്ള നിക്ഷേപകരെ ഒരുമിച്ച് ചേർക്കാനാണ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെത്തുന്ന നിക്ഷേപകർ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരില്ലെന്നും നിക്ഷേപ സൗഹൃദം ഒരുക്കുന്നതിൽ സർക്കാരിന് വലിയ പങ്കുണ്ടെന്നും കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ അഴിമതി ആരോപണവുമായി KSU നേതാവ് മുഹമ്മദ് ഷമ്മാസ്. ജില്ലാ പഞ്ചായത്ത് സ്ഥലം ഇടപാടിൽ പി ദിവ്യ അഴിമതി നടത്തിയെന്നാണ് ഷമ്മാസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ബിനാമി കമ്പനിക്ക് ദിവ്യ കരാറുകൾ കൈമാറിയെന്നും കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിൽ വൻ അഴിമതി നടത്തിയെന്നും ഷമ്മാസ് ആരോപിക്കുന്നു. ചരിത്രത്തിലാദ്യമായി കേരളം രഞ്ജി ഫൈനലിൽ. ഗുജറാത്തിനെതിരായ മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ഇന്നിംഗ്സിലെ 2 റൺസ് ലീഡാണ് കേരളത്തിന് തുണയായത്. 26-ന് നടക്കുന്ന ഫൈനലിൽ മുംബൈയെ പരാജയപ്പെടുത്തിയ വിദർഭയാകും കേരളത്തിന്റെ എതിരാളികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.